ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം, പമ്പിനെ പ്രധാനമായി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പും നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പും, അഥവാ ഡൈനാമിക് പമ്പ്. അപ്പോൾ ഒരു ഡൈനാമിക് പമ്പ് അല്ലെങ്കിൽ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിന് എക്സാമ്പിളാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് നോർമലി മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. വിർച്വ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് അവിടെ മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നോർമലി ഇതിനകത്തുണ്ടാകുന്ന ലിക്വിഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ് ഡിറക്ഷനിലാണ്. ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത്. നോർമലി വാട്ടർ, സ്വേജ് വാട്ടർ, പെട്രോളിയം, പെട്രോകെമിക്കൽ ലിക്വിഡ്സ്, ദെൻ സ്ലറി ഓഫ് വാട്ടർ, പൾപ്പ് പോലുള്ള മെറ്റീരിയൽസിനെ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പുകൾ ഉപയോഗിക്കുന്നത്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന് പ്രധാനമായും ഒരു റൊട്ടേറ്റിംഗ് പാർട്ടും സ്റ്റേഷനറി പാർട്ടും ഉണ്ടായിരിക്കും. റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഇമ്പല്ലറും അതുപോലെ തന്നെ അതിൻ്റെ ഷാഫ്റ്റുമാണ്. ദെൻ സ്റ്റേഷനറി പാർട്ടായിട്ട് വരുന്നത് ഇതിനകത്തുള്ള കേസിംഗ് കവർ, ബെയറിംഗ് പോലുള്ള ഭാഗങ്ങൾ. ദെൻ സക്ഷൻ പൈപ്പ്, ഫുട്ട് വാൾ, സ്ട്രെയിനർ, ഡെലിവറി പൈപ്പ്, ഇവയെല്ലാമാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് ഓരോന്നും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദ ഇമ്പല്ലർ. ഇമ്പല്ലറാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മെയിൻ റൊട്ടേറ്റിംഗ് പാർട്ട് എന്നറിയപ്പെടുന്നത്. ഇമ്പല്ലർ ഒരു ഷാഫ്റ്റിന് മുകളിൽ ഘടിപ്പിച്ചിരിക്കും. ഈ ഷാഫ്റ്റ് ഒരു പ്രൈം മൂവർ ഇലക്ട്രിക് മോട്ടറുമായി ഘടിപ്പിച്ചിരിക്കും. സോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഷാഫ്റ്റുമായി കപ്പിൾ ചെയ്തിട്ടുള്ള ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായി ഒരു സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇമ്പല്ലറിനകത്ത് നമ്പർ ഓഫ് ബ്ലേഡ്സുകൾ ഉണ്ടായിരിക്കും. ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ആയിരിക്കും നമ്മൾ നോർമലി ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലറിനകത്ത് ഉപയോഗിക്കാറുള്ളത്. രണ്ടാമത്തെ ഒരു ഭാഗമാണ് കേസിംഗ് എന്ന് പറയുന്നത്. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു റിയാക്ഷൻ ടർബൈൻ്റെ കേസിങ്ങുമായി സിമിലറാണ്. എയർ ടൈറ്റ് കേസിംഗ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ കേസിങ്ങിനകത്ത് തന്നെ അകത്ത് വെച്ച് കൈനറ്റിക് എനർജി പ്രഷർ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് കേസിങ് പ്രധാനമായും 3 തരത്തിലുണ്ട്: വൊലൂട്ട് കേസിംഗ്, വോർട്ടെക്സ് കേസിംഗ് ആൻഡ് ഡിഫ്യൂസർ അല്ലെങ്കിൽ കേസിംഗ് വിത്ത് ഗേഡ് വെയിൻസ്. ഫസ്റ്റ് വൺ ഈസ് ദ വൊലൂട്ട് കേസിംഗ്. ഒരു വൊലൂട്ട് കേസിംഗ് അതിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇമ്പല്ലറിനകത്ത് നിന്ന് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ട് വരുന്ന ലിക്വിഡ് നേരെ കേസിങ്ങിനകത്തേക്ക് വരുന്നു. ഇവിടെ കേസിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഗ്രാജുവലി ഇൻക്രീസിങ് ആണ്. കണ്ടോ, ഇവിടെ ഏരിയ കുറവാണ്, ദെൻ ഏരിയ കൂടി നേരെ ഡെലിവറിയിലേക്ക് എത്തുമ്പോഴേക്കും മാക്സിമം ഏരിയയിലേക്ക് എത്തുന്നു. സോ ഇങ്ങനെ ഗ്രാജുവലി ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി പ്രഷർ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതിനകത്തുണ്ടാകുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ആവുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി പ്രഷർ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുമ്പോഴും അവിടെ എഡ്ഡീസ് ഫോർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ എഡ്ഡീസ് ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായി നമുക്ക് പമ്പിൻ്റെ എഫിഷ്യൻസി കുറയുകയും ചെയ്യുന്നു. ഈ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വോർട്ടെക്സ് കേസിംഗ് അല്ലെങ്കിൽ വേൾപൂൾ ചാമ്പർ കേസിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് തോംസൺ ആണ് ഈ ഒരു വോർട്ടെക്സ് കേസിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു സർക്കുലർ ചേംബർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് കേസിങ്ങിൻ്റെയും ഇമ്പല്ലറിൻ്റെയും ഇടയിലായിട്ട് ഒരു സർക്കുലർ ചേംബർ കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു സർക്കുലർ ചേംബർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഇതിനകത്ത് ഉണ്ടാവുന്ന എനർജി ലോസ് അല്ലെങ്കിൽ എനർജി എഡ്ഡീസ് മൂലം ഉണ്ടാവുന്ന എനർജി ഫോർമേഷൻ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിൻ്റെ ഫലമായി നമുക്ക് പമ്പിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. ദെൻ അതിൻ്റെ കുറച്ചും കൂടി ഒരു മോഡിഫിക്കേഷനാണ് ഡിഫ്യൂസർ അല്ലെങ്കിൽ കേസിംഗ് വിത്ത് ഗേറ്റ് ബ്ലേഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പല്ലറിന് ചുറ്റുമായി സീരീസ് ഓഫ് ഗേറ്റ് ബ്ലേഡ്സ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇതിനെ നമ്മൾ ഡിഫ്യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഗേഡ് വെയിൻസ്, സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഗേഡ് വെയിൻസ് ഇമ്പല്ലറിന് ചുറ്റും പ്ലേസ് ചെയ്യുമ്പോൾ
ഇമ്പല്ലറിനകത്ത് നിന്ന് വരുന്ന വാട്ടർ പാർട്ടിക്കിളെ കൃത്യമായി ഗൈഡ് ചെയ്യുകയും അതിനകത്ത് ഉണ്ടാകുന്ന ഷോക്സിനെ അവോയ്ഡ് ചെയ്യുകയും നമുക്ക് പ്രോപ്പറായി കിട്ടുന്ന കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജിയായി മാറ്റാനും ഹൈ എഫിഷ്യൻസിയിൽ പമ്പിനെ റൺ ചെയ്യിക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, ഇതാണ് പ്രധാനമായും ഉപയോഗിക്കുന്ന 3 ടൈപ്പ് ഓഫ് കേസിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്തുണ്ടാകുന്ന മറ്റൊരു മെയിൻ പാർട്ട് എന്ന് പറയുന്നതിൻ്റെ സക്ഷൻ പൈപ്പാണ്. സക്ഷൻ പൈപ്പിൽ ഏറ്റവും എൻഡിലുണ്ടാകുന്ന ഒരു പോർഷനാണ് സ്ട്രെയിനർ എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രെയിനർ എന്ന് പറയുന്നത്, അതായത് ഫിൽട്ടർ ചെയ്യുന്ന ഭാഗം. നമ്മൾ സമ്പിനകത്ത് എന്തെങ്കിലും ഡേർട്ടി പാർട്ടിക്കിൾസ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെയിനറിൻ്റെ ഫങ്ഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫുട്ട് വാൾവ്. ഫുട്ട് വാൾവ് എന്ന് പറയുന്ന ഒരു യൂണി ഡയറക്ഷണൽ വാൾവാണ്. ഒരു വശത്തേക്ക് മാത്രമേ അത് ലിക്വിഡിനെ കടത്തിവിടുകയുള്ളൂ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ലിക്വിഡിനെ കടത്തിവിടില്ല. ദെൻ സക്ഷൻ ഹെഡ്, നമ്മുടെ സമ്പിനകത്ത് ഏത് ലെവൽ വരെയാണോ ലിക്വിഡ് ഉള്ളത് അത് മുതൽ ഇമ്പല്ലറിൻ്റെ സെൻറ്റർ, അതായത് ഐ ഓഫ് ദ ഇമ്പല്ലർ വരെ ഉണ്ടാവുന്ന ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. HS എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഡെലിവറി സൈഡ്. ഡെലിവറി സൈഡിനകത്ത് ഇമ്പല്ലറിൻ്റെ ഐ മുതൽ നമ്മളെ കളക്റ്റിംഗ് ടാങ്കിൽ ഏത് ലെവൽ വരെയാണോ ലിക്വിഡ് ഉള്ളത് ആ ഒരു ഹൈറ്റിന് നമ്മൾ ഡെലിവറി ഹെഡ് എന്ന് പറയുക. ദെൻ സക്ഷൻ എൻഡിലും ഡെലിവറി എൻഡിലും 2 വാൾവുകൾ ഉണ്ടായിരിക്കും, സക്ഷൻ വാൾവ്, ഡെലിവറി വാൾവ്. സിമിലർലി അവിടെ നമുക്ക് പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു വാക്വം ഗേജും പ്രഷർ ഗേജും ഉണ്ടായിരിക്കും. ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ദെൻ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട ഫിനോമിനകളുണ്ട്. അതിനകത്ത് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൈമിംഗ്. അതായത് സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് സക്ഷൻ പൈപ്പ് മുതൽ ഇമ്പല്ലർ കേസിംഗ് വരെ വാട്ടർ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ വാട്ടർ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? സപ്പോസ് സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് എയർ ട്രാപ്പായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന നമ്മുടെ ഇമ്പല്ലറിനകത്ത് ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതിന് പ്രഷർ വളരെ കുറഞ്ഞ് നമ്മൾ ആൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ P = ρgh. സോ ഇവിടെ എയറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ അതുമൂലം ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇമ്പല്ലർ കേസിങ്ങിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സക്ഷൻ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അവിടെ എയർ ബബിൾസിനെ റിമൂവ് ചെയ്ത് വാട്ടർ ഫില്ല് ചെയ്യുക എന്നുള്ളത് അർജൻറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ലിക്വിഡിനെ പമ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇമ്പല്ലർ കേസിംഗ് മുതൽ സെക്ഷൻ പൈപ്പ് വരെ മൊത്തമായി വാട്ടർ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. സിമിലർലി ഇതിനകത്തുണ്ടാകുന്ന മറ്റൊരു പ്രോസസ്സാണ് കാവിറ്റേഷൻ എന്ന് പറയുന്നത്. കാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ലിക്വിഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് പ്രഷർ അതിലുണ്ടാവുന്ന വേപ്പർ പ്രഷറിനേക്കാളും കുറവാകുന്ന സമയത്ത് അതിനകത്ത് എന്ത് ചെയ്യും, വാട്ടർ ബോയിൽ ചെയ്യുകയും വേപ്പർ ബബിൾസ് ഫോം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ വേപ്പർ ബബിൾസ് ഫോം ചെയ്ത് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ലാർജ് ബബിളായി മാറുകയും ഒരു ഹൈ പ്രഷർ റീജിയണിനകത്ത് എത്തുമ്പോൾ ഇത് കൊളാപ്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൊളാപ്സ് ചെയ്യുന്ന സമയത്ത് ഇത് പൈപ്പിനകത്ത് ഒരു പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുകയും പൈപ്പിനകത്ത് ക്രാക്ക് വരാനോ ഡാമേജ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇങ്ങനെ ലോ പ്രഷർ റീജിയണിനകത്ത് വേപ്പർ ബബിൾസ് ഫോം ചെയ്യുകയും ഹൈ പ്രഷർ റീജിയണിൽ വന്ന് ഇത് കൊളാപ്സ് ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് കാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു സെൻട്രിഫ്യൂഗൽ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വർക്ക് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ്. ഇതിന് പ്രധാനമായിട്ടുമുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു ഇമ്പല്ലറാണ്. ഇമ്പല്ലറിന് മുകളിൽ സീരീസ് ഓഫ് കർവ്ഡ് വെയിൻസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, കർവ്ഡ് വെയിൻസുകൾ ഉണ്ടായിരിക്കും. ദെൻ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റുമുണ്ടാവുന്ന വാട്ടർ പാർട്ടിക്കിൾസ്, അതിനകത്തേക്ക് വാട്ടർ പാർട്ടിക്കിൾസും ഇതിനെ കൂടെ റൊട്ടേറ്റ് ചെയ്യുകയും അങ്ങനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി വാട്ടർ പാർട്ടിക്കിൾസ് റേഡിയലി ഔട്ട്വേർഡ് മൂവ് ചെയ്യുകയും അങ്ങനെ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി ഉണ്ടാവുകയും ഈ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇമ്പല്ലർ ഐനകത്ത്
ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് പ്രഷറിൻ്റെ ഫലമായിട്ട് വാട്ടർ എന്ത് ചെയ്യും, സമ്പിൽ നിന്ന് അകത്തേക്ക് സക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ ചില കേസിനകത്ത് ഇവിടെ ഉണ്ടാകുന്ന നെഗറ്റീവ് പ്രഷർ വളരെ കുറവായിരിക്കും. കാരണം സഫിഷ്യൻ്റായിട്ട് വാട്ടർ ഇല്ല എങ്കിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ടി വരും. കാരണം അവിടെ എയർ ബബിൾസ് ട്രാപ്പായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ആ ഒരു എയർ ബബിൾസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി വാട്ടർ പാർട്ടിക്കിൾ ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഇമ്പല്ലർ നമ്മളൊരു കേസിങ്ങിനകത്താണ് ഫിക്സ് ചെയ്യുക. ഇതാണ് എൻ്റെ കേസിങ്ങിൻ്റെ ഡ്രോയിങ് ആണ് കാണിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഇമ്പല്ലർ കേസിങ്ങിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കേസിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഗ്രാജുവലി ഇൻക്രീസിങ് ആണ്. സോ അവിടെ കൈനറ്റിക് എനർജി പ്രഷർ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ദെൻ ഇമ്പല്ലർ കേസിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസൈനാണ്, കണ്ടില്ലേ? ഓക്കെ, ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ആണ് ഇതിനകത്തുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഗ്രാജുവലി ഇൻക്രീസിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റി, അതായത് കൈനറ്റിക് എനർജി കുറയുകയും കറസ്പോണ്ടിങ് പ്രഷർ എനർജി കൂടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് കൂടുതൽ ഹെഡിലേക്ക് നമുക്ക് വാട്ടറിനെ പമ്പ് ചെയ്യാൻ സാധിക്കും. ദെൻ ഇമ്പല്ലർ ബ്ലേഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാക്ക്വേർഡ് കർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡുകളാണ് നമ്മൾ കോമൺലി ഉള്ളത്. നമ്മുടെ പർപ്പസിൻ്റെ ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള ബ്ലേഡുകളുണ്ട്. അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ് ബാക്ക്വേർഡ് കർവ്ഡിൻ്റെ. നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ, ഞാൻ പറഞ്ഞു വേപ്പർ പ്രഷറിൻ്റെ കേസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉണ്ടാവുന്ന പ്രഷർ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായി കഴിഞ്ഞാൽ അവിടെ എയർ ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. എയർ ബബിൾസ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഇങ്ങനെ എയർ ബബിൾസ് ഒരു ഹയർ പ്രഷർ റീജിയനിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് കൊളാപ്സ് ചെയ്യുകയും അവിടെ ഹൈ ഡാമേജ്, പമ്പിനകത്തും പൈപ്പിനകത്തും ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോസസ്സിന് നമ്മൾ കാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വാട്ടർ പാർട്ടിക്കിൾസ് നമ്മൾ സെക്ഷൻ ഹെഡ് വഴി നമ്മൾ വാട്ടറിനെ നേരെ പമ്പിനകത്തേക്ക് എടുക്കുകയും അത് നേരെ ഡെലിവറിയിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന പർപ്പസിനനുസരിച്ച് ഞാൻ പറഞ്ഞു പല ടൈപ്പ് ഇമ്പല്ലറുകൾ ഉപയോഗിക്കുന്നുണ്ട്. എൻക്ലോസ്ഡ് ഇമ്പല്ലർ, സെമി ഓപ്പൺ ഇമ്പല്ലർ, അതുപോലെ തന്നെ ഓപ്പൺ ഇമ്പല്ലർ. നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡിനകത്ത് സ്ലറി കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ മോർ ക്ലോഗി ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ടൈപ്പ് ഇമ്പല്ലേഴ്സാണ് ഉപയോഗിക്കുക. പക്ഷേ അതിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ. ഇനി ഒരു മെക്കാനിക്കൽ ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മെക്കാനിക്കൽ മോഷൻ കിട്ടുന്നതിന് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഷാഫ്റ്റ് ഇമ്പല്ലർ കേസിങ്ങിന് സെൻറ്ററിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ സ്റ്റഫിംഗ് ബോക്സ് പോലുള്ള അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കും. കാരണം ലീക്ക് പ്രൂഫ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ പാക്കിംഗ് കൊടുക്കും. ദെൻ ഗ്ലാൻഡ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഫ്ലാഞ്ച് വെച്ച് അടച്ച് ബിയറിങ്സ് പ്രൊവൈഡ് ചെയ്യും. കാരണം ഈസി മോഷൻ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ബിയറിംഗ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ സെക്ഷൻ സൈഡിൽ ബിയറിംഗ് പ്രൊവൈഡ് ചെയ്യാറില്ല, നേരെ ബാക്ക് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, നോർമലി ബിയറിംഗ് കൊടുക്കാറുള്ളത്. കാരണം സിമ്പിളായിട്ട് ഈസി ആയിട്ട് റൊട്ടേഷണൽ മോഷൻ കിട്ടുന്നതിന് വേണ്ടി. ദെൻ ഇത് നേരെ പ്രൈം മൂവറുമായിട്ട് കണക്ട് ചെയ്യും. പ്രൈം മൂവർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സെക്ഷൻ അവിടെ നടക്കുകയും അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രോസസ്സും നടക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അതായത് ഒന്നിൽ കൂടുതൽ ഇമ്പല്ലേഴ്സിനെ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മൾട്ടി സ്റ്റേജിങ് എന്ന് പറയുന്നത്. നോർമലി ഒരു പമ്പിനകത്ത് ഒരു ഇമ്പല്ലറേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമുക്ക് പമ്പിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടി ഒന്നിൽ കൂടുതൽ ഇമ്പല്ലറിനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ മൾട്ടി സ്റ്റേജിങ് എന്ന് പറയുന്നത്. പ്രധാനമായി രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി സ്റ്റേജിങ് നടത്താറുള്ളത്. ഒന്ന്, ടു പ്രൊഡ്യൂസ് ഹൈ ഹെഡ്, കൂടുതൽ ഉയരത്തിലേക്ക് നമുക്ക് വാട്ടറിനെ പമ്പ് ചെയ്യുന്നതിന് വേണ്ടി. ഇങ്ങനെ കൂടുതൽ ഉയരത്തിലേക്ക് വാട്ടറിനെ പമ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സീരീസ് കണക്ഷനാണ് കൊടുക്കാറുള്ളത്. അതായത് ഒരു ഇമ്പല്ലറിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത ഇമ്പല്ലർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഫസ്റ്റ് ഇമ്പല്ലർ 1ലേക്ക് ആദ്യം സെക്ഷനിൽ നിന്ന് ഇൻപുട്ട് വരുന്നു. ദെൻ അത് നേരെ ഫസ്റ്റ് ഇമ്പല്ലറിലൂടെ കടന്നു പോകുന്നു. ഫസ്റ്റ് ഇമ്പല്ലറിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എനർജി കൈനറ്റിക് എനർജിയായി മാറും. കൈനറ്റിക് എനർജി പ്രഷർ എനർജിയായി മാറും. അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്ത ലിക്വിഡ് പാർട്ടിക്കിൾ നേരെ അടുത്ത ഇമ്പല്ലറിൻ്റെ ഇൻലെറ്റിലേക്ക് പോകുന്നു. കാരണം അപ്പോൾ ഇവിടുത്തെ ഇമ്പല്ലറിന് കിട്ടിയ ഇൻലെറ്റിൽ കിട്ടിയ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡ് ഇമ്പല്ലറിൽ കിട്ടുന്ന ഇൻലെറ്റിൻ്റെ പ്രഷർ. എഗെയിൻ
നെക്സ്റ്റ് ഇമ്പല്ലറിലൂടെ പോകുമ്പോൾ വീണ്ടും അതിൻ്റെ പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എത്ര നമ്പർ ഓഫ് ഇമ്പല്ലർ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്തുള്ള പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്ത് കൂടുതൽ ഹെഡിലേക്ക് നമുക്ക് ലിക്വിഡിനെ പമ്പ് ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൾട്ടി സ്റ്റേജിങ് എന്ന് പറയുന്നത്. മൾട്ടി സ്റ്റേജിങ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ഹെഡ്. ഇപ്പോൾ നോർമലി നമ്മൾ ഹെഡ് എന്ന് മാനമാറ്റിക് ഹെഡ് എന്ന് പറയുന്നത് എച്ച് ആണ്. നോർമലി നമുക്ക് ഒരു ഇമ്പല്ലർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഹെഡ് എച്ച് ആണെങ്കിൽ നമ്മളിതിനകത്ത് സെയിം ടൈപ്പ് ഇമ്പല്ലർ ഒരു എൻ ടൈപ്പ് ഇമ്പല്ലർ ഉപയോഗിക്കുകയാണ്. അതായത് എൻ എന്ന് പറയുന്നത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. അങ്ങനെ എൻ നമ്പർ ഓഫ് ഇമ്പല്ലേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എച്ച് ആയി മാറും. ഇതാണ് മൾട്ടി സ്റ്റേജിങ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോർ ഹൈ ഹെഡ് പർപ്പസ്. സിമിലർലി നമുക്ക് മൾട്ടി സ്റ്റേജിങ് ചെയ്യാറുണ്ട് ഫോർ ഹൈ ഡിസ്ചാർജ്. ഹൈ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പാരലൽ കണക്ഷനാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കുളം പറ്റിക്കണം. ഒരു കുളം പറ്റിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് പ്ലേസ് ചെയ്തു. അപ്പോൾ ആ ഒരു പമ്പിലൂടെ ഡിസ്ചാർജ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ പമ്പ് പ്ലേസ് ചെയ്ത് നമുക്ക് എന്ത് സംഭവിക്കും, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ കുളം വറ്റിക്കാൻ സാധിക്കും. അതാണ് പാരലൽ കണക്ഷൻ. ഒന്നിന് പാരലായിട്ട് മറ്റൊരു സെൻട്രിഫ്യൂഗൽ പമ്പ് കണക്ട് ചെയ്യാം. സോ ഇവിടെ ഒരു പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിലൂടെ Q1 എന്ന് പറയുന്ന ഒരു ഡിസ്ചാർജ് വരുന്നുണ്ട്. സെക്കൻഡ് പമ്പ് വർക്ക് ചെയ്യുന്നു, അതിലൂടെ Q2 എന്നൊരു ഡിസ്ചാർജ്. അപ്പോൾ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് Q1 + Q2 ആയിട്ട് മാറി. ഇങ്ങനെ സെയിം ഡിസ്ചാർജുള്ള n നമ്പർ ഓഫ് പമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ഡിസ്ചാർജ് ഈക്വൽ ടു n ഇൻറ്റു Q ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് മൾട്ടി സ്റ്റേജിങ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ഡിസ്ചാർജ്. ഇതിനെ നമ്മൾ പാരലൽ കണക്ഷൻ എന്നും പറയാറുണ്ട്. ദെൻ നമുക്ക് നോക്കാം കമ്പാരിസൺ ബിറ്റ്വീൻ സെൻട്രിഫ്യൂഗൽ പമ്പ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും തമ്മിലുള്ള കമ്പാരിസൺ. സെൻട്രിഫ്യൂഗൽ പമ്പ് എപ്പോഴും നമുക്കറിയാം ഹൈ ഡിസ്ചാർജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ അതിൻ്റെ ഹെഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബട്ട് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ഹൈ ഹെഡ് ലോ ഡിസ്ചാർജ് പർപ്പസ്. സെൻട്രിഫ്യൂഗൽ പമ്പിന് വളരെ കുറഞ്ഞ ഫ്ലോർ സ്പേസ് മതി, സിമ്പിൾ ഫൗണ്ടേഷനാണ്. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് കുറേ റെസിപ്രോക്കേറ്റിംഗ് പാർട്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ വലിയ ഫ്ലോർ സ്പേസ് വേണം, ഹെവി ഫൗണ്ടേഷനും നിർബന്ധമാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് കുറേ മൂവിങ് പാർട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. ദെൻ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഡേർട്ടി വാട്ടർ നമുക്ക് പമ്പ് ചെയ്യാൻ സാധിക്കും. പാടത്തൊക്കെ ഉണ്ടാകുന്ന സ്ലറി പോലുള്ള വാട്ടർ നമുക്ക് പമ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉപയോഗിച്ച് നമുക്ക് ഡേർട്ടി വാട്ടർ പമ്പ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ സെൻട്രിഫ്യൂഗൽ പമ്പ് ക്യാൻ റൺ അറ്റ് ഹൈ സ്പീഡ്. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നമുക്ക് അത്ര ഹൈ സ്പീഡിൽ റൺ ചെയ്യാൻ സാധിക്കില്ല. ദെൻ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിനകത്ത് ഡെലിവറി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ റെസിപ്രോക്കേറ്റിങ്ങിനകത്ത് ഫ്ലക്ച്വേറ്റിംഗ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. ആ ഫ്ലക്ച്വേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് എയർ വെസൽസ് ഉപയോഗിക്കുന്നത്. സോ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് എയർ വെസൽസ് നിർബന്ധമാണ്. പക്ഷേ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിനകത്ത് എയർ വെസൽസിൻ്റെ ഒരാവശ്യവുമില്ല. ദെൻ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു ഡ്രോബാക്കാണ് അതിനകത്ത് പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നിർബന്ധമാണ്. പക്ഷേ റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് പ്രൈമിംഗ് റിക്വയർഡ് അല്ല. ദെൻ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ എഫിഷ്യൻസി ആസ് കമ്പയർഡ് ടു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് നോക്കുകയാണെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ എഫിഷ്യൻസി കുറവാണ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ എഫിഷ്യൻസി കൂടുതലാണ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി കാണാം. ഓക്കെ, താങ്ക് യു.